എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തുടക്കത്തിൽ എൻ്റെ കയ്യിൽ വീഡിയോസ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു ഫോട്ടോയുണ്ട്. നിങ്ങൾക്കിത് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കട്ടെ. ഇത് നിങ്ങൾ കേൾക്കണം, തീർച്ചയായിട്ടും കേൾക്കണം. കാരണം ഞാൻ പറയാൻ പോകുന്നത് മാധ്യമങ്ങളുടെ ഒരു നെറുകേടിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ. ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ എടുത്ത ഹെലികോപ്റ്റർ എന്ന രീതിയിലൊക്കെ ഇത് വാർത്ത വന്നിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുറച്ചു കാലം മുമ്പത്തെ, ഏകദേശം 2025 12-ാം മാസം 24-ാം തീയതി വന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. മീഡിയ വണ്ണിന്റെ വാർത്തയാണ്. ഇതൊന്ന് കേൾക്കുക. മീഡിയ വണ്ണിന്റെ വാർത്തയിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് 4 കോടി അനുവദിച്ച് ധനവകുപ്പ്, 5 മാസത്തെ വാടകയാണ് അനുവദിച്ചെന്ന് പറഞ്ഞു. ഈ ഒരു വാർത്തയും മറ്റും അന്നുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചില്ലറയല്ല. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഹെലികോപ്റ്റർക്ക്? ഈ ചെങ്ങാതിക്ക് വളരെ ഈസി ആയിട്ട്, സന്തോഷകരമായിട്ട്, ആനന്ദകരമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഹെലികോപ്റ്റർ വാടകയ്ക്കൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹെലികോപ്റ്റർ ചർച്ച നടത്തപ്പെട്ടു. ഹെലികോപ്റ്റർ ചർച്ച, അതിഭീകരമായിട്ടുള്ള ചർച്ച നടത്തപ്പെട്ടു. എന്നാൽ ഇന്ന് എന്ന് വെച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇതേ ചാനലിൽ വന്ന ഒരു വാർത്തയാണ് ഇത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് കാണണമെന്ന്. ഇത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പോലീസിനായി വാടകയ്ക്കെടുത്ത, കൃത്യമായിട്ട് കേൾക്കണേ, പോലീസിനായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്തയച്ച് DGP. ഹെലികോപ്റ്റർ നിലനിർത്തണം. ഇത് മീഡിയ വണ്ണിന്റെ വാർത്ത തന്നെയാണ്. ഇതേ മീഡിയ വണ്ണാണ് 2025 ഒരു ഫേക്ക് ന്യൂസ് കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ എന്ന്. ഇത് പോലീസ് സേനയുടെ ഹെലികോപ്റ്ററാണ്. അവർ അത്യാവശ്യ കാര്യങ്ങൾക്ക് മറ്റും ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷേ ഈ ഹെലികോപ്റ്റർ ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെ പിണറായി വിജയന്റെ കുടുംബത്ത് കൊണ്ടുപോയി വെക്കാനുള്ളതായിരുന്നില്ല. ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടില് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് ഇനി ആ വലിയ കാര്യം? അതും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാ കണ്ടോ, ഇതാണ് ആ വലിയ കാര്യം. മനസ്സിലായ? 7 തവണ, കഴിഞ്ഞ 10 വർഷത്തിനിടെ 7 തവണ ഈ ഹെലികോപ്റ്റർ പാഞ്ഞിട്ടുണ്ട്. എന്തിനാ? ജീവനുമായി പറന്നിട്ടുണ്ട്. ചില കൊച്ചുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അവയവങ്ങളുമായിട്ട് പറന്നൊരു ഹെലികോപ്റ്ററാണിത്. അല്ലാതെ ചുമ്മാതെ കിടക്കുമായിരുന്നില്ല ഹെലികോപ്റ്റർ. അത് പോലീസ് സേനയുടെയാണ്. പോലീസ് സേനയ്ക്ക് വേണ്ടിയിട്ട് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററാണ്. അതിന്റെ കരാറ് നീട്ടണമെന്നാണ് ഇപ്പോൾ ADGP പറഞ്ഞിരിക്കുന്നത്. കരാറ് നീട്ടുമോ? നീട്ടേണ്ടതല്ലേ? കേരളത്തിന് ഉപകാരപ്പെടുന്ന ഒന്നല്ലേ? ഇത്തരത്തിലുള്ള ചില കുഞ്ഞുങ്ങളുടെയും ആളുകളുടെയും മനുഷ്യന്മാരുടെയൊക്കെ ജീവൻ അപകടത്തിലാവുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി പാഞ്ഞ ഹെലികോപ്റ്ററാണ്. അതിന്റെ കരാറ് നീട്ടണ്ടേ? നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടല്ലേ? ഓരോ ജീവനും വിലപ്പെട്ടതല്ലേ? അങ്ങനെ ഓരോ ജീവനും വിലപ്പെട്ടതാണെങ്കിൽ അതിനുവേണ്ടി വാങ്ങിച്ച ഈ ഒരു ഹെലികോപ്റ്റർ, അതിന് വാങ്ങിച്ചല്ല, വാടകയ്ക്കെടുത്ത ഈ ഒരു ഹെലികോപ്റ്റർ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടത് പിണറായി വിജയന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച ഹെലികോപ്റ്റർ എന്ന് നിലയ്ക്കാം. സംഗതി വായിക്കാം. സംസ്ഥാന പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ തുടരണമെന്നാവശ്യപ്പെട്ട സർക്കാരിന് കത്ത് നൽകി. ഹെലികോപ്റ്ററിന്റെ കരാർ ഓഗസ്റ്റിൽ തീരാനിരിക്കെയാണ് പോലീസ് നടപടിയെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ LDF സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷത്തായിരുന്ന UDF കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു. അവയവദാനവുമായി ബന്ധപ്പെട്ട് 7 തവണയാണ് ചിപ്സൺ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ സംസ്ഥാനത്ത് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് എന്നതാണ് ഇതിന്റെ പ്രാധാന്യം. എത്ര പെട്ടെന്നാണ് പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ പോലീസ് സേനയുടെ ഹെലികോപ്റ്ററായിട്ട് മാറിയത്? ആർക്ക്? ഈ മാധ്യമങ്ങൾക്ക്. ഇതേ മാധ്യമങ്ങൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത് പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ എന്ന നിലയ്ക്ക് വാർത്ത കൊടുക്കുകയും തെറ്റായിട്ടുള്ള ഒരു നോളജ്, തെറ്റായിട്ടുള്ള ഒരു വിവരം നമ്മുടെ നാട്ടുകാർക്ക് പകർന്നു കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ വെറുക്കപ്പെട്ടവനാക്കി മാറ്റുകയും ചെയ്യുന്ന പരിപാടി മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ എന്തിന് എടുത്തു എന്നുള്ളതാണ് ഏറ്റവും നീറ്റായിട്ടുള്ള ചോദ്യം. ഒരിക്കലും നീറ്റല്ല, അത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട നെറുകേടാണ്. എന്നാൽ നീറ്റായിട്ടുള്ള ചോദ്യം ഇതാണ്:
ഈ മൗദൂദി ചാനലുകൾ ഇത് കാളകൂട വിഷങ്ങളാണ്. ചില മാധ്യമങ്ങളെല്ലാം കാളകൂട വിഷങ്ങളാണ്. ഒരൊറ്റ വീണാൽ മതി. നമ്മുടെ നാട്ടിലൊക്കെ നഞ്ചെന്തിര നാനാഴി എന്ന് പറയും. നഞ്ചെന്ന് പറയുന്ന വിഷ അതെന്തിനാ 4 നാഴിയൊക്കെ ഒരു തുള്ളി പോരെ എന്ന് പറയും. ഇത്തരം കാളകൂട വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ ധൂർത്ത് എന്ന് വാർത്ത എഴുതിയ ആൾക്കാരുണ്ട്. പിണറായിയുടെ ധൂർത്ത് എന്ന് വാർത്ത എഴുതിയ ആ മാധ്യമങ്ങൾ ഇനി ഇത് തിരുത്തെഴുതാൻ സാധിക്കുമോ? ഇപ്രാവശ്യം എങ്ങനെ എഴുതും? ഇപ്പൊ എന്താ, അത് പോലീസ് സേനയുടേതായി മാറി. ശരിക്ക് എന്ത് വേണം? VD സതീശിന്റെ ധൂർത്ത് ഹെലികോപ്റ്റർ വീണ്ടും പുതുക്കുന്നു എന്ന് വേണ്ട എഴുതാൻ. എന്താ അങ്ങനെ എഴുതാത്തെ? എന്തായാലും ഞാൻ എന്റെ തമ്പനിയിൽ അങ്ങനെ എഴുതാൻ പോകുന്നു. VD സതീശിന്റെ ധൂർത്ത് ഹെലികോപ്റ്റർ വാടക പുതുക്കുന്നു എന്നങ്ങോട്ട് എഴുതിയാലൊന്ന് ആലോചിക്കുക. എന്തേ ഈ മൗദൂദി ചാനലുകൾ അത്രക്ക് വൃത്തികേടുകൾ നെറുകേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തായാലും 1% പോലും ഞാൻ VD സതീശനെ കുറ്റം പറയില്ല. ഇതിന്റെ കരാറ് വാടക അത് നീട്ടുക തന്നെ വേണം. ഈ കരാറ് നീട്ടണം. ഇനിയും 5 വർഷത്തേക്ക് നീട്ടണം. അടുത്തവണ ഏത് ഗവൺമെന്റാണ് വരുന്നത്, ആ ഗവൺമെന്റ് പറ്റുമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ തന്നെ പുതുതായിട്ട് വാങ്ങിക്കാനുള്ള ഏർപ്പാടിലേക്ക് നമ്മൾ കടക്കണം. കാരണം അത്രയേറെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും, പറക്കാൻ നമുക്ക് സാധിക്കും. അത്രയേറെ ജീവനുകൾ നമുക്ക് രക്ഷിക്കാനും സാധിക്കും. അത് ആവശ്യമുണ്ടെന്നേ. കേരളത്തിൽ സ്വന്തമായിട്ട് അങ്ങനത്തെ ആവശ്യമുണ്ട്. പറ്റുമെങ്കിൽ അത് വാങ്ങിക്കുക തന്നെ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. വാടകയ്ക്ക് എടുക്കുന്ന പരിപാടിയല്ല. അതിന് ഇപ്പോൾ VD സതീശൻ അത് തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ അതിനെ അപ്ലൗസ് ചെയ്യുന്ന നിലയ്ക്ക് അതിനെ എതിർക്കാൻ പോവില്ല. കാരണം നമുക്കൊക്കെ ഒരല്പം നെറിയുണ്ട്. മനസ്സിലേ? നെറുകേടിന്റെ രാഷ്ട്രീയവും നെറുകേടിന്റെ പത്രപ്രവർത്തനവും എല്ലാം നമ്മളടക്കമുള്ള ആളുകൾ നടത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിനെ എതിർക്കാത്തതും അതിനെ അനുകൂലിക്കുന്നതും. അതാ പറഞ്ഞത്, ഇത് അന്നത്തെ ധൂർത്ത് ഇന്ന് ധൂർത്തല്ലേ എന്നൊക്കെ ആളുകളൊക്കെ ചോദിച്ചു പോകുന്നു. എത്ര പെട്ടെന്ന് ഇത് പോലീസിൻ്റെതായി എന്നുള്ളതാണ്. ഇവർക്കപ്പം അങ്ങനെ എഴുതാൻ അറിയാം അല്ലേ? ഇവരെ പേന കൊണ്ട് ഇവരെ കമ്പ്യൂട്ടറിൽ ഇവരെ ടൈപ്പിംഗ് സെക്ഷനിൽ അങ്ങനെ ടൈപ്പ് ചെയ്യാൻ ഇവർക്കറിയാം. പക്ഷെ അത് ആര് അധികാരത്തിൽ വരണം? കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വരണം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമാണ് യാഥാർത്ഥ്യത്തിലൂടെ എടുക്കുള്ളൂ. പിണറായി വിജയൻ അധികാരത്തിലാണെങ്കിൽ നുണ മാത്രമേ ഞങ്ങൾ പ്രചരിപ്പിക്കൂ എന്നുള്ളതാണ് മാധ്യമങ്ങൾ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ? ഈ കത്തിപ്പോ പിണറായി വിജയൻ കൊടുപ്പിച്ചൊന്നുമല്ലല്ലോ. ഇനിയിപ്പോ അത് എന്താ പറയാ, ഇത്ര കാലം പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ ആയിരുന്നത് വളരെ പെട്ടെന്ന് പോലീസിന്റേതായി മാറാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ VD സതീശൻ ആ വഴി കത്ത് കൊടുപ്പിച്ചാണെന്ന് ആരും എഴുതണ്ട. അങ്ങനെയൊന്നും ആരും അതിനെ വ്യാഖ്യാനിക്കുകയും വേണ്ട. യാഥാർത്ഥ്യം ഇത് തന്നെയായിരുന്നില്ല. എത്രത്തോളം ക്രൂശിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. എന്തോരം ക്രൂശിച്ചു. അപ്പോ എന്താണ്, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണം. മലയാളികൾക്കൊക്കെ ഇത് വളരെയധികം ആവശ്യമാണ്. ചില യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ചില ആൾക്കാരൊക്കെ താഴേക്ക് ഇറക്കണം. എന്നിട്ട് മാത്രമാണ് ഇവിടെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന ഇത്ര മാത്രമാണ്, പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് നല്ല ഭരണത്തെ എല്ലാവരും ഇപ്പോഴ് പിണറായി വിജയൻ തന്നെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില പരിപാടികളൊക്കെയാണ്. ഇനി ഒന്നുകൂടി പറയേണ്ടത്, നമ്മുടെ നാട്ടിലൊരു അപാരമായിട്ടുള്ള ഒരു അസുഖം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിഭീകരമാണ്. വയനാട് ബത്തേരിയിൽ ശാരീരിക അസ്വസ്ഥത നേരിട്ട 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട ഷിഗല്ല സ്ഥിരീകരിച്ചു. ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞങ്ങാണ്ട് മരിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നത്, പിണറായി വിജയൻ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ല, ഇത് VD സതീശൻ മേനോൻ ഭരിക്കുന്ന ഗവൺമെന്റാണ്. ഒരിക്കൽ കൊറോണ വന്ന സമയത്ത് ഇവിടുത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ശാസ്ത്രീയമായിട്ടാണ് കൊറോണയെ നമ്മൾ നേരിട്ടത്. അതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ കോഴിക്കോട് എങ്ങാണ്ട് ഈ വവ്വാൽ എന്നുള്ളൊരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു. ഐ ഫോർഗെറ്റ് ദ നെയിം. എന്തായാലും ആ ഒരു അസുഖത്തെ കൂടി നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് നേരിട്ടൊരു ഗവൺമെന്റ് നമുക്കുള്ളത്. ഷിഗല്ല ബാധിച്ച് ഇതിപ്പോൾ അപാരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഇതിനെതിരെ ശക്തമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ഗവൺമെന്റ് തുടങ്ങിയോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ വന്ന സമയത്ത് അത് പാത്രം കൊട്ടിയാൽ പോകുന്ന, അല്ലെങ്കിൽ പാത്രമല്ല, ചൂടായാല്, ഭൂമി ചൂടായാല്, നല്ല വേനൽ വന്നാല് കൊറോണ ഒക്കെ പെട്ടെന്ന് ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് K മുരളീധരൻ എന്നാണ്. ആ മനുഷ്യനാണ് ഇപ്പൊ നമ്മുടെ ആരോഗ്യമന്ത്രി. എന്നുള്ളതുകൊണ്ട് നാട്ടുകാരെ, നിങ്ങളെ ജീവിതം നിങ്ങളെ കയ്യിൽ മാത്രമാണ് എന്നുള്ള ചിന്ത ഉണ്ടാവണം. നല്ലതുപോലെ സൂക്ഷിച്ചു മാത്രം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ഇറക്കുന്ന നടപടികൾ
അവരിറക്കുന്ന കാര്യങ്ങളൊക്കെ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനുസരിക്കാനൊക്കെ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവന്മാർ ചൂട് വന്നുകൊണ്ടാണ്, ഇവന്മാർ പാത്രം കൂട്ടിയുണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പലവിധ കാരണം പറയും. ഈ അടുത്ത് തന്നെ മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടിയെ പാമ്പ് കടിച്ചപ്പോൾ പാമ്പിനെ പോയിട്ട് അങ്ങോട്ട് പോയി ചവിട്ടിയോണ്ടാണ് പാമ്പ് ഇങ്ങോട്ട് കടിച്ചതെന്ന് പറയുന്ന വർത്തമാനം നിയമസഭയിൽ അവതരിപ്പിച്ച ഒരാൾ കൂടിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്നൊക്കെ നല്ലതുപോലെ ആലോചിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീങ്ങുക. ബൈ.